ആര് പൊക്കൂടനാ? എന്താ ഈ നട്ടപ്പാതിരാക്ക്? കണ്ടലിന്റെ ഭ്രാന്തല്ലാണ് കൂടി എനക്ക്. എന്താന്നറിയില്ല അമ്പാടി, ആകെ ഒരു പരവേശാണ്. 4-5 ദിവസമായിട്ട് ഉറക്കാൻ തീരില്ല. ആകെ ഒരു വപ്രാള. നീ അതും ഇതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കൊന്നും വേണ്ട. ആരെങ്കിലും പോയാല് കീയോ കണ്ടല് കൊത്തുവോ തോടാക്കുവോ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ അതിനൊന്നും കൂട്ടുകൂട്ടണ്ട. നിന്റെ ഭ്രാന്തൊന്നും ഒരിക്കലും മാറൂല. ഞാൻ എൻ്റെ പണി നോക്കട്ടെ. അതെ, എനക്ക് ഭ്രാന്ത് തന്നെയാ. പൊക്കടന് ഭ്രാന്തല്ലേ? എഴുത്തും വായന അറിയാത്ത പൊട്ടൻ, കണ്ടലും നട്ട് കിടക്കുന്ന വിവരം കേട്ട പോലെ. ഏയ്, നീ എങ്ങോട്ടാ പോയിനി? ഏടി കിഞ്ഞിനി? ഇങ്ങനെ ബേജാറാവുന്നത് എനിക്ക് കാണാനാവുന്നില്ല. ആരെങ്കിലും പോയ മൂടുവോ റോഡാക്കുക എന്താന്നാ ചെയ്യട്ടെ. ഓരോടൊന്നും കളിക്കാൻ നമുക്കാവില്ല. എനിക്കാകെ പേടിയാവുന്നു. ഓ, ഞാനെന്തെല്ലാം കണ്ടതാണ്, അനുഭവിച്ചതാണ്. എപ്പോഴും ഇങ്ങനെ പഴയ തന്നെ ആലോചിച്ചിരിക്കണ എന്തിനാ പൊക്കുടാ? നീ ഒരാൾ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പണ്ട് നീ എന്തെല്ലാം സമരം നയിച്ചിട്ടുണ്ടാവും, ജയിലിൽ കിടന്നിട്ടുണ്ടാവും. ഇപ്പൊ ആളും പാർട്ടിയെല്ലാം മാറിയില്ലേ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിന്റെ പോക്ക് അങ്ങനെയാ. എന്തിനാ രാത്രിയിൽ പോയല് പോയിനി? കണ്ടല് കട്ടോണ്ട് പോവാൻ ആരെങ്കിലും വന്നോ നോക്കാനായിരിക്കും. എന്താടാ, നീ ഒരു ചെറു ബാല്യക്കാരനായില്ലേ? എന്നാലൊരു മംഗലം കഴിക്ക് നായിന്റെ മോനെ. ശരി മുതലാളി. എന്താടാ, മംഗലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തുള്ളി മറിഞ്ഞാ മതിയാ? കൊറേ ആയില്ലേ? ഓക്കെ, കെറുപ്പായില്ലെങ്കിൽ ഒരു ഗന്ധർവം കഴിക്കും അതിന്റെ മോനെ. ശരി മുതലാളി, ശരി. മീനാക്ഷി, മുതലാളി പറയുന്നത് ഒരു ഗന്ധർവം കഴിക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യമേ പറയാനുള്ളൂ, വേറൊന്നും ഇല്ലേ നിങ്ങളെ വായില്? പിന്നെ വേറെന്നാന്ന് ഞാൻ പറയണ്ട്. പണ്ടത്തെ കാലത്തെ സായിപ്പിൻ്റെ കൽപ്പനയാ. ചോയി പിള്ളേരെ പിടിച്ചോണ്ട് പോയി സ്കൂളിൽ ചേർത്തതാ. പ്രാരം മാഷ് പൊലേ പിള്ളേരെ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ മാടായി കുളത്തിൽ 10 വട്ടം മുങ്ങി കുളിച്ചതാ. ഇതെല്ലാം ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞതാണ്. ഇതൊന്നും നീ ഇപ്പം പറയണ്ട. ആ, നമുക്കെന്തായാലും ഒരു ഗന്ധർവം കഴിക്കണം. ഇനി ഇതൊന്നും വേണ്ട, എന്റെ കുളി തെറ്റി.
ഈ അധ്യായം അവസാനിച്ചു. ശരി, എഴുതിയെടുത്തോളം ഒന്ന് വായിച്ചു കേട്ടാൽ തരക്കേടില്ല. പണ്ട് ഇടയ്ക്കൽത്തറ എന്ന സ്ഥലത്ത് 4 ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്ന മൺതറയിലെ ചാളയിലാണ് അമ്മ എന്നെ പെറ്റിട്ടത്. പെറ്റ നേരത്ത് എൻ്റെ പൊക്കിൽ ബലൂൺ പോലെ വീർത്തു വന്നിരുന്നു അത്രേ. അച്ഛൻ എന്നെ പൊക്കാന്ന് വിളിച്ചു. ക്രമേണ പൊക്കം പൊക്കടനായി. അന്ന് അങ്ങനെയാ, മുതലാളിമാർ തോന്നിയ പേര് വിളിക്കും. ഉണക്കൻ, വട്ടിയൻ, പൊട്ടൻ, അങ്ങനെ അങ്ങനെ. ഒരു തേങ്ങ ഒരു ചെട്ട് കഷ്ണാക്കി ഉപ്പിലിടും. ഒരു നേരത്തേക്ക് ഒരു കഷ്ണം, അങ്ങനെ 4 ദിവസത്തേക്ക് ഒരു തേങ്ങ. പിന്നെ ആമ്പലിൻ്റെ അല്ലിക്കയും മറ്റും. എപ്പോഴെങ്കിലും കഞ്ഞി കിട്ടിയാലായി. മുതലാളിമാർ പൈസ വെച്ച് ബാല്യക്കാരെ തമ്മിലടുപ്പിക്കും. മുക്കാലും അരയണയും വെച്ചാ പന്തയം, ചോര ചീറ്റുന്ന മത്സരം. ചെളിയിലും വരമ്പിലും മരിച്ചു വീണ ഞങ്ങളുടെ വർഗം പുലർ. ജാതിയുടെ പേരിൽ ഞങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് ഒരു കണക്കുമില്ല. ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടായിരുന്നു, പൊട്ടൻ. രാത്രിയായ മുതലാളിമാർ ടോർച്ചടിച്ച് ചാളപ്പുരകളിലേക്ക് പോകുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. ഞാൻ നട്ടതെല്ലാം ഭ്രാന്തം കണ്ടലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടൽ പൊക്കടനായി. ഇങ്ങനെ അറിയപ്പെടുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കാരണം കണ്ടലിനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു.
ഇരുളും പരന്നേ Adang